പണിക്കരേട്ടനായിരുന്നു. ഞാൻ കരുതി വല്ല കടക്കാരും ആയിരിക്കുമെന്ന്. ഇവിടെ ഇരുന്നോളൂ. ആ ഗായത്രി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇന്നലെയാ വന്നേ. ഒരാഴ്ച എനിക്ക് ലീവാ. കുടിക്കാൻ എന്തേലും? അയ്യോ വേണ്ട, കഴിച്ചിട്ടാ പോന്നെ. പിന്നെ ഗൗരി? അവൾ ഇന്ന് നേരത്തെ പോയി. എന്തോ എന്നും പോകുന്ന ബസ് ഇല്ലാന്ന് തോന്നുന്നു. ആ പിന്നെ സീതേ, ഞാൻ എന്താ വന്നേന്ന് വെച്ചാ നമ്മുടെ ഗൗരിമോൾക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. കുട്ടിയെ എവിടുന്നോ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നോട് വന്ന് ചോദിച്ചതാ. ടൗണിലുള്ള കൂട്ടരാ, 2 പയ്യന്മാരാ. അതില് മൂത്ത ആൾക്ക് വേണ്ടിയാ. പിന്നെ പയ്യൻ നമ്മുടെ വർമ്മ ഗ്രൂപ്പ്സിന്റെ ഫൈനാൻസ് കമ്പനിയിലെ മാനേജറാ. അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള കൂട്ടരാ. അന്വേഷിച്ചപ്പോ നല്ല കുടുംബം. നമുക്കിതങ്ങോട്ട് ആലോചിച്ചാലോ? ഈ ഒരവസ്ഥയിൽ കല്യാണം എന്നൊക്കെ പറയുമ്പോ അതിന്റെ ചെലവുകളൊക്കെ. അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് പേടിക്കേണ്ട സീതേ. ഞാൻ അവരോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. അവർക്ക് ഒരു കുഴപ്പമില്ല. പെൺകുട്ടിയെ മാത്രം മതി. കല്യാണ ചെലവും കൂടി അവര് നോക്കിക്കോളാന്നാ പറയണേ. പക്ഷേ അവള് സമ്മതിക്കൂന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരു അവസ്ഥയില് അവള് സമ്മതിക്കുന്ന എനിക്കും തോന്നണില്ല. പിന്നെ എല്ലാം കൊണ്ട് നല്ലൊരു ആലോചനയാണ്. ഇതിലും നല്ലൊരു ബന്ധം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുകയേ വേണ്ട. നമ്മൾ നിർബന്ധിച്ചാൽ ചിലപ്പോൾ അവള് സമ്മതിക്കും. ഏതായാലും നീ അവളോടൊന്ന് സംസാരിക്ക്. എന്നിട്ട് എന്നെ വൈകുന്നേരത്തൊന്ന് വിളിക്കാൻ പറ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു നോക്കാം. എങ്കിൽ ശരി സീതേ, ഞാൻ ഇറങ്ങുക. അദ്ദേഹം എന്തിനാ വന്നേ അമ്മേ? ആ ഗൗരിക്ക് കല്യാണാലോചനയായിട്ട് വന്നതാ. ഓ, എന്താ ഒരു സ്നേഹം! ഇത്രയും സ്നേഹം സ്വന്തം മക്കളോട് കാണിക്കണ്ടോ ആവോ? എന്നിട്ട് എവിടുന്നാ? നല്ല കൂട്ടരാണോ? നല്ല കൂട്ടരാണെങ്കിൽ എന്താ, അല്ലെങ്കിൽ എന്താ? ഏതായാലും ഇത് ഞാൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അവളോട് സംസാരിച്ച് വിവരം പറയാൻ പറഞ്ഞേക്കുന്നു. ഞാൻ സംസാരിക്കത്തില്ല. അവൾക്ക് ഇങ്ങനെയൊരു ബന്ധം കിട്ടാനുള്ള ഒരു യോഗ്യതയുമില്ല. വല്ല 2ാം ഘട്ടോ 3ാം ഘട്ടോ വരുമോ നോക്കട്ടെ, അപ്പൊ നടത്താം. ആ അജു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി നീയും കുഞ്ഞിന്റെ കൂടെ പോയേക്കുവാന്ന്. ഏയ്, അങ്ങനെയൊന്നും മുത്തശ്ശി വിചാരിക്കുകയും ചെയ്യരുത്. രാവിലെ നല്ല പൊതച്ചു മൂടി ഉറങ്ങുന്നതിന്റെ സുഖം ജോഗിങ് ചെയ്താ കിട്ടില്ല മുത്തശ്ശി. നിന്റെ മടി ഇതുവരെ മാറിയിട്ടില്ലേ അജു? അല്ല, നീ കുഞ്ഞിനോട് കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചിരുന്നോ? അതിന്റെ കാര്യമൊന്നും പറയണ്ട. ഇനി മേലാ വിവാഹത്തെ കുറിച്ച് സംസാരിക്കരുതെന്നാ അവന്റെ ഓർഡർ. ഈ ചെറുക്കന്റെ ഒരു കാര്യം, ഇനി അവന്റെ മനസ്സിൽ വല്ലവരും ഉണ്ടോ അജു? അതാണോ അവൻ സമ്മതിക്കാത്തെ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല സുമിത്രാന്റി. അവന് താല്പര്യമില്ലാഞ്ഞിട്ടാ. അവന്റെ താല്പര്യമൊന്നും ആരും നോക്കണില്ല. ഏതായാലും ഇപ്രാവശ്യം ദേവനോട് പറഞ്ഞ് ഒരു തീരുമാനം എടുക്കണം. കൂടെ നിന്റെ. എന്ത്? എന്റെയോ? ആ, നിന്റേത് തന്നെ. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട മുത്തശ്ശി. ഇതാ അപ്പൊ നന്നായേ. നിനക്ക് അവനേക്കാളും 5 വയസ്സിന്റെ ചെറുപ്പമല്ല ഉള്ളത്, 5 മാസത്തിന്റെയാ. ഞങ്ങൾക്ക് നീയോ അവനും ഒരേ പോലെയാ. അതുകൊണ്ട് അവന് കല്യാണക്കാര്യം നോക്കുമ്പോ നിന്റെയും കൂടി നോക്കും. മാധവ, കൃഷ്ണനോട് എന്താന്ന് വെച്ചാ പറഞ്ഞോണ്ടു. ഏതായാലും നമുക്കത് ഇന്ന് തന്നെ പറയണം. നിങ്ങൾ ഇനിയും അങ്ങനെ ഒറ്റയന്മാരെ പോലെ നടക്കണ്ട. മുത്തശ്ശി, ഞാൻ പോവുകയാണേ. നീ കഴിക്കണില്ലേ? സമയമില്ല അപ്പച്ചി, ഇപ്പൊ തന്നെ നല്ല നേരം വഴുകി. അല്ല, ഇന്ന് തല മാത്രമേ ഉള്ളൂ, വാലില്ലേ? അവിടെ മൂടിപ്പൊതച്ച് കിടക്കുന്നുണ്ട്. വല്യേട്ടൻ വന്നതിന്റെ ലീവാന്ന്. ഈ പെണ്ണിന്റെ ഒരു കാര്യം, അവക്ക് കുരുത്തക്കേട് ഇച്ചിരി കൂടുണ്ട് കേട്ടോ മാധവേട്ടാ. പോട്ടേടി, ഒരു ദിവസല്ലേ. പിന്നെ നിന്നോട് പറഞ്ഞ കാര്യം മറക്കണ്ട. ഇല്ല, ഞാൻ വരുമ്പോ വാങ്ങിച്ചോളാം. എന്ത് വാങ്ങിക്കേണ്ട കാര്യ ശ്രീനി പറയണേ? ഇന്ദുവിന് നമ്മൾ ഇന്നലെയൊന്നും വാങ്ങിച്ചില്ലല്ലോ. അപ്പോ അവൾക്ക് എന്തേലും വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. ദേവൻ എപ്പോഴാ എത്താന്ന് എന്തേലും പറഞ്ഞിരുന്നോ മാധവ? ഏതായാലും ഉച്ചയാവുണ്ടാവും. ടൗണിലെ ആ സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുക്കണമെന്നും പറഞ്ഞ് കൃഷ്ണേട്ടനും കൂടി പോയിട്ടുണ്ട് രവിന്റെ കൂടെ. എന്നാ പിന്നെ ഞാൻ എണീക്കാണേ. ദേ, ഒന്നവിടെ നിന്നേ. പിന്നെ ഒരു കാര്യം, മുത്തശ്ശിയും അച്ഛനും പറയണ പോലെ വേറെ വല്ല പെമ്പിള്ളേരെയും കെട്ടി സുഖമായിട്ട് ജീവിക്കാനാ അവന്റെ പ്ലാനെങ്കിൽ നിന്നെയും കൊല്ലും, അവളെയും കൊല്ലും, ഞാനും ചാവും. ദൈവമേ, ഇത് എന്നെയും കൊണ്ടേ പോവൂ. എന്റെ ഗൗരി, അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് നീ സങ്കടപ്പെടണ്ട.
അവർക്കൊക്കെ വേണ്ടി കാശ് ചിലവാക്കാനുള്ള ഒരു വസ്തുവായിട്ടാണ് നിന്നെ അവർ കാണുന്നേ. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? സീതമ്മയും അതുപോലെ തന്നെയല്ലേ ചെയ്യുന്നേ? അവരുടെ മകളല്ലേ ഗായു, അപ്പോൾ പിന്നെ അവരുടെ സ്വഭാവമല്ലേ കാണിക്കൂ. എന്നാലും ഓരോന്ന് കേൾക്കുമ്പോൾ ജീവിക്കണ്ടെന്ന് പോലും തോന്നുക എനിക്ക്. ആരും ഇല്ലാത്ത പോലെ, ഒറ്റക്കായ പോലെ. ദേ നോക്ക് പിന്നെ, വേണ്ടാത്തൊന്നും പറയല്ലേ. ആരില്ലെങ്കിലും എന്താ, ഈ ഞാനില്ലേ നിനക്ക്? നീ എനിക്കെന്റെ ശബരിയെ പോലെ തന്നെയാടി. നീ എൻ്റെ കുഞ്ഞനിയത്തിയല്ലേ. ആര് വേണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ അടുത്തേക്ക് നിനക്ക് വരാം. ഞാനുണ്ടാവും നിനക്ക്. പിന്നെ ഗൗരി, അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനുണ്ട്. നീ ഇവിടെ നിൽക്ക്, ഞാൻ അപ്പുറത്ത് പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരാം. ഇനി വൈകുന്നേരം വാങ്ങാന്ന് വെച്ച് നിന്നാൽ ചിലപ്പോൾ ഇന്നലത്തെ പോലെ ആയെങ്കിലും. ശോഭിച്ച് പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വന്നോളൂ, ഞാനിവിടെ നിന്നോളാം. ഹലോ, അറിയോ? ആ, വിശ്വനാഥൻ സാറോ? എന്നെ തന്നെ മറന്നില്ലേ എന്നായിരിക്കും ഇപ്പോൾ സംശയം അല്ലേ? തന്നെയൊക്കെ എങ്ങനെ മറക്കാനാ ഗൗരി? എനിക്കത്രയും വേണ്ടപ്പെട്ട ആളാണല്ലോ. അല്ല, ഗൗരി എന്താ ഇവിടെ? ഞാനിവിടെ അടുത്ത് വർമാസ് ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യുക. അവിടേക്ക് പോകുന്ന വഴിയാ. അല്ല സാർ ഇവിടെ? ആ, നല്ല ചോദ്യം. ഇതെന്റെ നാടല്ലേ. ബിസിനസ് ആവശ്യങ്ങളൊക്കെ ആയിട്ട് എറണാകുളത്ത് സെറ്റിൽഡ് ആണെന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇവിടേക്കും വരാറുണ്ട്. ഗൗരി, പോവാം. ആ, കൂടെയുള്ള ആളെത്തിയല്ലോ. അപ്പോൾ പോകാൻ സമയമായി കാണും അല്ലേ? എങ്കിൽ ശരി, പിന്നീട് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം. എങ്കിൽ പോട്ടെ. അതാരാ ഗൗരി? അതാ വിശ്വനാഥൻ സാറ്. എറണാകുളത്ത് ഞങ്ങൾ കാണാൻ പോയില്ലായിരുന്നു, വിശ്വ ഗ്രൂപ്പ്സിൻ്റെ. നല്ല സാറാ. എന്നിട്ട് അദ്ദേഹം എന്നെ ഇത്ര പെട്ടെന്ന് തിരിച്ചറിഞ്ഞോ? അതാ ചേച്ചി അത്ഭുതം. എന്നെ തിരിച്ചറിഞ്ഞത് പോട്ടെ, എൻ്റെ പേര് പോലും ഇപ്പോഴും മറന്നിട്ടില്ല. ആ ഗിരി, നമുക്ക് പോവാം. താൻ കണ്ടല്ലോ, പേര് ഗൗരി. നാളെ വൈകുന്നേരത്തിന് മുമ്പ് അവളെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് വേണം. മനസ്സിലായല്ലോ? ഓക്കെ സർ. ഗുഡ് മോർണിംഗ്. ആ, ലേറ്റായപ്പോൾ ഞങ്ങൾ കരുതി നീ ഇന്നും ഉണ്ടാവില്ലെന്ന്. ഏയ്, അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ എനിക്ക്? അതേതായാലും പറ്റില്ല. അല്ല, നീ എന്താ ലേറ്റായേ? ഇന്നലെ വല്യേട്ടനൊക്കെ എത്തിയപ്പോഴേക്കും ഒരുപാട് നേരമായി. പിന്നെ രാവിലെ എണീക്കണ്ടേ? ഉറക്കക്ഷീണം കാരണം എനിക്കൊന്നുമില്ല മടി. അങ്ങനെയാ നേരം വൈകി. അല്ല, നിന്റെ വല്യേട്ടൻ കൊണ്ടുവന്ന ചോക്ലേറ്റ്സ് ഒക്കെ എവിടെ? ഇന്നലെ ഒന്നും എടുത്തു വെക്കാൻ സമയം കിട്ടിയില്ല. ഏതായാലും ചോക്ലേറ്റ്സ് ഒക്കെ ഞാൻ നാളെ കൊണ്ടുവരാം. നിന്റെ ആളിൽ നിന്നല്ല ചുള്ളനായിട്ടാ എത്തിയിരിക്കണേ. ഗുഡ് മോർണിംഗ് എവ്രിവൺ. സോ ഓക്കെ സ്റ്റുഡൻസ്, ചാപ്റ്റർ ഒന്ന് കഴിഞ്ഞ സ്ഥിതിക്ക് നാളെ ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആരും മറക്കരുത്. ദെൻ ഓക്കെ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് അവർ കാണാം. സർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, സ്റ്റാഫ് റൂമിലേക്ക് വായോ. ഞാൻ പോയിട്ട് വരാവേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ, ദെൻ ടെൽ മീ, വാട്ട് ഈസ് യുവർ ഡൗട്ട്? അത് പിന്നെ ദക്ഷ പ്ലീസ്, ഞാൻ തന്റെ സാറാണ്. എനിക്ക് സാറിന് ഇഷ്ടമാണ്. ദക്ഷ, നിനക്കെന്താ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാവാത്തത്? നമ്മൾ തമ്മിൽ ഇത്രയും ഡിഫറൻസ് ഉണ്ട്. നിന്റെ ഫാമിലി സ്റ്റാറ്റസുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു ഫാമിലി അല്ല എൻ്റേത്. അതുകൊണ്ട് തന്നെ നിന്റെ വീട്ടുകാർ ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ ഈ ബന്ധത്തിന് ഒരിക്കലും സമ്മതിക്കില്ല. നീ എന്താ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്തേ? എൻ്റെ ഫാമിലിയെക്കുറിച്ച് സാർ പേടിക്കണ്ട. ഞങ്ങളുടെ ഇഷ്ടം തന്നെയാണ് അവരുടെ ഇഷ്ടം. ഞാൻ എന്ത് തന്നെ പറഞ്ഞാലും എൻ്റെ അച്ഛനും അമ്മയും അതിന് സമ്മതിക്കും. അതെനിക്ക് ഉറപ്പാണ്. നീ പറയുന്ന ഒരു ചെറിയ ആഗ്രഹങ്ങളെയോ ആവശ്യങ്ങളെയോ പോലെ അല്ല ഇത്. ഇത് നിന്റെ വിവാഹത്തിന്റെ കാര്യമാണ്. അവിടെ നിന്റെ പാരൻസിനോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരിക്കും. അതിനിടയിൽ ഇങ്ങനെ ഒരു ബന്ധം. സാറിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സാറിൻ്റെ പുറകെ നടക്കുന്നതും ഒന്നും ഒരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങിയതല്ല. എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട്. സാറിൻ്റെ സ്റ്റാറ്റസിനല്ലേ പ്രശ്നമുള്ളൂ. എൻ്റെ വീട്ടുകാർക്ക് സാറിൻ്റെ സ്റ്റാറ്റസ് പറ്റില്ലെങ്കിൽ അന്ന് മുതൽ മംഗലത്തെ തറവാട്ടിലെ ഒരു അംഗമായി ഈ ദക്ഷപ്രിയ നിൽക്കില്ല. ഏയ് ദക്ഷ, യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ദേവേട്ട? യാത്രയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പ്രൊജക്റ്റ് നമുക്ക് കിട്ടാൻ കുറച്ച് പ്രയാസപ്പെട്ടു, അത്ര തന്നെ. അവരിന്നലെ എപ്പോഴാ എത്തിയേ? അവരെത്തിയപ്പോഴേക്കും 12 മണി കഴിഞ്ഞിരുന്നു.
ഹായ് മഹാദേവ് വർമ്മ, എപ്പോ എത്തി? അവള് വല്യേട്ടൻ വന്നതിന്റെ ലീവിലാ. അല്ല, ലീവ് എടുത്താൽ എന്നിട്ട് വല്യേട്ടനെ കണ്ടോ? ഇല്ലെന്നേ, ഞാൻ എണീറ്റപ്പോഴേക്കും വല്യേട്ടൻ ജോഗിങ്ങിന് പോയി. ഞാൻ ഫ്രഷ് ആവാൻ കയറി പുറത്തിറങ്ങിയപ്പോഴേക്കും വല്യേട്ടൻ ജോഗിങ് കഴിഞ്ഞ് വന്ന് പുറത്ത് എങ്ങോട്ടോ പോയി. പിന്നെ ഞാനെങ്ങനെ കാണാനാ? നിന്നെ കാണാൻ കാത്തിരുന്ന അവന്റെ ജോലി നടക്കില്ലെന്ന് അവനറിയാം. അതുകൊണ്ട് സാവിത്രി, ഈ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചേക്ക്. സത്യം പറഞ്ഞ വല്യേട്ടൻ വന്നതുകൊണ്ടൊന്നുമല്ല ഞാൻ ലീവ് എടുത്തത്. ഇന്ന് സബ്മിറ്റ് ചെയ്യാൻ ഒരു അസൈൻമെന്റ് ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് അല്ല, അതുകൊണ്ടാ. നല്ല ആളാ. നീ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളെ നാണം കെടുത്തുവോ നീ? ഏയ്, അതിനെ കുറിച്ചൊന്നും പേടിക്കണ്ട, ഞാനങ്ങനെ തോറ്റുപോകുന്നില്ല. നിന്റെ അമ്മ അറിയണ്ട. അമ്മയോട് പറയില്ലേ. തോൽക്കാതിരുന്ന നിനക്ക് കൊള്ളാം. അല്ല, മുത്തശ്ശി എവിടെ? മുത്തശ്ശി മുറിയിലുണ്ട്. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ആ ദേവാ, നീയോ? എപ്പോഴാ നീ എത്തിയേ? ഞാൻ കുറച്ചു നേരമായി എത്തിയിട്ട്. എത്തിയ പാടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. അതാ അമ്മയുടെ അടുത്ത് വരാൻ വൈകിയേ. കൃഷ്ണനും കഴിച്ചില്ലേ നിന്റെ കൂടെ? നീ വന്നിട്ട് വേണം പറയാമെന്നും വിചാരിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. കുഞ്ഞിന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് ഇപ്രാവശ്യം കുഞ്ഞൻ പോകുമ്പോഴേക്കും നമുക്കതിലൊരു തീരുമാനം എടുക്കണം ദേവാ. അതിനവൻ സമ്മതിക്കുവോ അമ്മേ? കല്യാണം കഴിക്കില്ലെന്നുള്ള വാശിയിലല്ലേ അവനിപ്പോ? അവന്റെ വാശിയൊന്നും കണക്കിലെടുക്കണ്ട. ഇപ്രാവശ്യം നമുക്ക് അങ്ങോട്ട് വാശി പിടിക്കാം. എന്തായാലും പോകുന്നതിന് മുമ്പ് ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. പെൺകുട്ടിയെ വേറെ കാണുമൊന്നും വേണ്ടല്ലോ, പ്രീതിമോളെ തന്നെ അങ്ങ് ആലോചിച്ചൂടെ നമുക്ക്? എന്താ ദേവാ, നിനക്കതിന് താല്പര്യമില്ലേ? എനിക്കെന്ത് താല്പര്യക്കുറവ്? പ്രീതിമോള് നല്ല കുട്ടിയല്ലേ. പിന്നെ ചെറുപ്പം മുതലേ അവളുടെ മനസ്സിൽ കുഞ്ഞിനോടൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. എന്നാ പിന്നെ എന്താ ഒരു കുഴപ്പം? നമ്മൾ നിർബന്ധിച്ചാൽ അവൻ കേൾക്കാതിരിക്കൊന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല, അജുവിന്റെ കാര്യവും നോക്കണം. ഞാൻ കൃഷ്ണേട്ടനോട് ഇന്നാള് സംസാരിച്ചിരുന്നു. കുഞ്ഞിന്റെ കെട്ട് കഴിയാതെ അവൻ എന്തായാലും കെട്ടാൻ സമ്മതിക്കില്ല. നിർബന്ധിച്ചിട്ടാണേലും കൃഷ്ണേട്ടനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചാലോ എന്ന് കരുതിയിട്ടാ പറഞ്ഞേ. അപ്പൊ കൃഷ്ണേട്ടൻ പറയുന്നത് അവൻ തോന്നുമ്പോ അവൻ പറയട്ടെ എന്നാ. ആ, അതപ്പം നന്നായേ. അവര് പറഞ്ഞിട്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല. എന്തായാലും നീ ഇന്ന് കുഞ്ഞിനോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കേ. എന്തായാലും സംസാരിച്ചിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഒത്തിരി നേരമായി ഇരിക്കുകയല്ലേ, അമ്മ കിടന്നോളൂ. സുഭദ്രേ, കുറച്ച് കറി ഇങ്ങോട്ട് എടുക്ക. ഇതാ, കുറെ നേരായി എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. എന്താ അത്ര പേരത്ത് ആലോചിക്കാൻ? ആ കുട്ടി ഇതുവരെ വിളിച്ചില്ലല്ലോ സുഭദ്രയെ. ആ ബ്രോക്കർ ആണെങ്കിൽ 2-3 പ്രാവശ്യമായിട്ടിപ്പോ വിളിച്ചോണ്ടിരിക്കുക. ഞാനിപ്പോ അവളൊന്നും പറയാതെ എന്താ പറയുക? തിരക്കിന്റെ ഇടയില് മറന്നുപോയതാണെങ്കിലോ, ഒന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ നിങ്ങൾക്ക്? വിളിക്കണോ? അല്ലെങ്കിൽ വേണ്ട, നല്ല തിരക്കിലും ആയിരിക്കും. കുറച്ചേരം കൂടി ഒന്ന് കാത്തു നോക്കാം. കണ്ടില്ലെങ്കിൽ എന്നിട്ട് വിളിക്കാം. എന്നാലും മതി. സുഭദ്രേ, ഈ പാത്രങ്ങളൊക്കെ അങ്ങ് എടുത്തു വെച്ചേക്ക്. എന്നിട്ട് കുറച്ച് തണുത്ത വെള്ളം ഇങ്ങെടുക്ക്. വല്ലാത്തൊരു പരവേശം. എന്താ പറ്റിയേ? ഗുളികയൊന്നും കഴിച്ചില്ലായിരുന്നോ? ഗുളികയൊക്കെ കഴിച്ചത് തന്നെയാ. എന്താന്നറിയില്ല, ഒരു ക്ഷീണം തോന്നണം. ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. അയ്യോ അയ്യോ, എന്താ എന്താ പറ്റി? എൻ്റെ ഈശ്വരാ. വാസുദേവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ അല്ലെങ്കിൽ ശരിയല്ല ദേവച്ച. പിന്നെ അഗ്നി ആയതുകൊണ്ടാ ഇത്രയും നാളും നമുക്കൊരു പ്രശ്നവും ഇല്ലാതെ അയാൾ അവിടെ നിന്നത്. എന്നിട്ടും മനസ്സനുവദിക്കാത്തത് കൊണ്ടായിരിക്കും ഈ 2 കോടി അയാൾ അങ്ങ് മാറ്റി. സത്യം പറഞ്ഞ ആ പയ്യനൊരു പാവ. ഇയാളെ കളിയിലെ പെട്ടുപോയതാ അവൻ. ഹരി പറഞ്ഞിരുന്നു നിവൃത്തിയേടുകൊണ്ട് അവൻ ചെയ്തേന്ന്. ആ പയ്യന്റെ വീട്ടിലൊരു അമ്മച്ചിയും പെങ്ങളും മാത്രമേ ഉള്ളൂന്ന്. വിശ്വനാഥൻ അവരെയും ചൊല്ലിയിട്ടാ ഭീഷണിപ്പെടുത്തിയെ. അതുകൊണ്ടാ അവനിതിന് കൂട്ടുനിന്നേ. ആ നേരെ ഇത് ഹരിയേട്ടനോടെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അഗ്നിയുടെ സ്വഭാവം വെച്ച് അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ടായിരിക്കും ഇതിന് കൂട്ടുനിന്നേ. പുറത്തു വരുന്നത് അവന്റെ പേരാവില്ലേ, അതുകൊണ്ടായിരിക്കും. അത് തന്നെയാ. അക്കൗണ്ടിങ് സെക്ഷനൊക്കെ അവനല്ലേ കൈകാര്യം ചെയ്തത്. ഫയൽസ് ക്ലിയർ ചെയ്ത് ആരൊന്നും അറിയില്ലെന്നാ കരുതിയെ. പക്ഷെ ആർക്കേക്കാര് ഹരിയേട്ടനൊരു കോപ്പി സെൻഡ് ചെയ്തിരുന്നു. അത് നോക്കിയപ്പോഴാ ഇങ്ങനെ ഒരു മിസ്മാച്ച് ഉള്ളത് കണ്ടുപിടിച്ചേ. എന്നിട്ടിപ്പോ ആ പയ്യൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതൊന്നും അറിയില്ല. കാര്യം അറിഞ്ഞപ്പോഴേ ഡിസ്മിസൽ ഓർഡർ കൊടുക്കാനായിരുന്നു അഗ്നിയുടെ ഓർഡർ. അതുകൊണ്ട് തങ്ങ് വിട്ടു. വേറൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല.
ഒരു പാവം പിടിച്ച വീട്ടിലെ പയ്യനാ. മാധവ, നമ്മുടെ ഓഫീസിൽ ഏതിലെങ്കിലും വല്ല ഒഴിവുണ്ടോ? ഒഴിവുണ്ടെങ്കിൽ ആ പയ്യന് വേണ്ടി ഒന്ന് നോക്കായിരുന്നു. ഇപ്പോ പുതിയ എംപ്ലോയീസിനെ എടുത്തതല്ലേ, അതുകൊണ്ട് ഒഴിവുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവ്. ഏതായാലും നമുക്കൊന്ന് നോക്കാം, ചിലപ്പോ കാണും. ഇനി ഒഴിവില്ലെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ പൊസിഷൻ കൊടുക്കുകയും ചെയ്യാം, പറ്റില്ലേ? ആ, അങ്ങനെയാണെങ്കിലും പറ്റും. അല്ല, അഗ്നി എവിടെ? അവൻ മുറിയിലുണ്ട്, എന്തൊക്കെയോ ഫയൽസ് ചെക്ക് ചെയ്യുക. ഏതായാലും ഞാൻ അവനെ ഒന്ന് ചെന്ന് കാണട്ടെ. തിരക്കിലാണോ നീ? തിരക്കുണ്ടെങ്കിൽ ഞാൻ പിന്നീട് വരാം. ഏയ് അല്ല, അച്ഛൻ പറഞ്ഞു. ഞാൻ കോളേജിലെ കുറച്ച് ഫയൽസ് ചെക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ ആ ജ്വല്ലറിന്റെ കാര്യം ഒന്ന് നോക്കാൻ വേണ്ടി ആൽബർട്ടിനെ ചെന്ന് കണ്ടിരുന്നു. ഓക്കെ പറഞ്ഞിട്ടുണ്ട്. വൈകാതെ തന്നെ എ ഡി ഗ്രൂപ്പ്സിന്റെ പേരിൽ നമുക്കൊരു ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യാനാവും. അതേതായാലും നന്നായി. ഈ കൺസ്ട്രക്ഷൻ ഫീൽഡും ഹോസ്പിറ്റലും കോളേജസും അല്ലാതെ ഇങ്ങനെ ജ്വല്ലറിയും ടെക്സ്റ്റൈൽസ് ഒക്കെ നടത്തുന്നതും ഒരു നല്ല കാര്യം തന്നെ. ആ, പിന്നെ ഞാൻ ചോദിക്കാൻ മറന്നു, നമ്മുടെ ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാര്യം എന്താ നീ തീരുമാനിച്ചേ? അതിന്റെ പണി നെക്സ്റ്റ് മന്ത് തുടങ്ങാന്ന് വിചാരിച്ചിരിക്കുക. ഏതായാലും ഇവിടുത്തെ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ടേ ഞാൻ ഇനി അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നുള്ളൂ. അതേതായാലും ഒരു നല്ല തീരുമാനം തന്നെയാണ്. പിന്നെ കുഞ്ഞാ, ഞാൻ വന്നത് എന്താന്ന് വെച്ചാ, മുത്തശ്ശി നിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ നിന്റെ അഭിപ്രായം? അച്ഛാ പ്ലീസ്, അല്ലാതെ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതിനിടയിൽ കല്യാണം അതൊന്നും വേണ്ട. ഒരു ബിസിനസ്സുകാരന്റെ ലൈഫ് എപ്പോഴും തിരക്ക് പിടിച്ചത് തന്നെയാണ്. അത് വിചാരിച്ച് ജീവിതം വേണ്ടെന്ന് വെക്കണോ? ജീവിതം വേണ്ടെന്ന് വെക്കുന്നില്ലല്ലോ. എനിക്ക് ഈ വിവാഹത്തിനോടൊന്നും താല്പര്യമില്ല. ഈ കമ്മിറ്റ്മെന്റ്സിലും മറ്റും കാര്യങ്ങളും നോക്കി നടക്കാൻ എനിക്ക് സമയം ഉണ്ടാവില്ല. സമയം ആർക്കും ഉണ്ടാവില്ല, അതൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതാണ്. നീ ഇങ്ങനെ ഒറ്റയാനെ പോലെ ജീവിക്കുന്നത് കാണാനല്ല ഞങ്ങൾക്ക് ആഗ്രഹം. നിനക്കൊരു കുടുംബവും കുട്ടികളൊക്കെ ആയി നല്ല രീതിയിൽ ജീവിക്കണം. അതാണ് എന്റെയും മുത്തശ്ശിയുടെയും നിന്റെ ചെറിയച്ഛന്റെയും ഒക്കെ ആഗ്രഹം. ഞാനിപ്പോ നിന്നെ നിർബന്ധിക്കുന്നില്ല, പക്ഷെ നീ ഒന്ന് ആലോചിക്കുക, എന്നിട്ട് നീ നിന്റെ തീരുമാനം പറയും. അച്ഛാ പ്ലീസ്, ഈ കാര്യം പറയാനാണ് അച്ഛൻ വന്നതെങ്കിൽ ഞാൻ ഒരല്പം തിരക്കിലാണ്. എങ്കിൽ ശരി, നിന്റെ ജോലി നടക്കട്ടെ, ഞാൻ പോവാ. പിന്നെ അഗ്നി, നാളെ ഞാനൊരല്പം ബിസിയാ, അതുകൊണ്ട് നീയും അജും കൂടി നാളെ ബാങ്കിലേക്കൊന്ന് പോകണം. നാളെ ഞങ്ങളും ഫ്രീയാ, അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം. ഹലോ ഗൗരി. ആ പറ ശോഭേച്ചി, നീ തിരക്കിലായിരുന്നോ? ഏയ് അല്ലല്ലോ, ശോഭേച്ചി പറഞ്ഞോളൂ. അത് പിന്നെ ഗൗരി, പണിക്കരേട്ടൻ ഹോസ്പിറ്റലിലാ, സ്ട്രോക്ക് വന്നതെന്നാ കേട്ടെ. ഇപ്പോൾ ICUയിലാ. ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ശോഭേച്ചി എങ്ങനെയാ അറിഞ്ഞേ? ശബരി പണി കഴിഞ്ഞ് വരുന്ന സമയത്തായിരുന്നു എന്ന് അവരെല്ലാരും കൂടിയിട്ടാ ഹോസ്പിറ്റലിൽ എത്തിച്ചേ. അവൻ വന്നപ്പോൾ പറഞ്ഞതാ. പണിക്കരേട്ടന്റെ മോള് അവരെത്തിയോ ആവോ? അവരൊക്കെ അവിടെ എത്തിന്ന്. അവരെത്തിയപ്പോഴാ ശബരിയും കൂട്ടരും ഇങ്ങോട്ട് പോന്നേ. ശോഭേച്ചി ഒന്ന് പോണ്ടേ അങ്ങോട്ട്? വേണം. ഇനിയിപ്പോൾ ഏതായാലും സമയം ഇത്രയും ആയില്ലേ, നമുക്ക് നാളെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ആ ആയിക്കോട്ടെ. പിന്നെ ശോഭേച്ചി, നാളെ പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും കരുതണ്ടേ? ഹോസ്പിറ്റൽ ചിലവൊക്കെ എന്താ ഇപ്പോൾ ചെയ്യുക? നിന്റെ കയ്യിൽ പണം വല്ലതും ഉണ്ടോ ഗൗരി? എൻ്റെ കയ്യിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ കൊടുക്കുമ്പോൾ കുറച്ചധികം പണമെങ്കിലും വേണ്ടേ ശോഭേച്ചി? എനിക്ക് വേണ്ടി ഒരുപാട് ചിലവാക്കുന്നതല്ലേ പണിക്കരേട്ടൻ. അപ്പോൾ ഞാനൊന്നും ചെയ്യാതിരുന്ന. നീ പറയുന്നതൊക്കെ ശരി തന്നെയാ. പിന്നെ നമ്മുടെ കയ്യിലില്ലാത്ത സ്ഥിതിക്ക് ഏതായാലും ഞാൻ ശബരിയോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ ഗൗരി. നീയും ആരോടെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാൻ പറ്റുമോ നോക്ക്. ആ ശരി ശോഭേച്ചി. പണിക്കരേട്ടൻ ഹോസ്പിറ്റലിലാണെന്ന്. ഓ, എന്താ പറ്റിയേ? സ്ട്രോക്ക് വന്നതാണെന്നാ പറഞ്ഞേ. നാളെ അവിടം വരെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുമായിരുന്നു. കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നെങ്കിൽ അത് കൊടുക്കായിരുന്നു. നമുക്കൊരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ. നീയല്ലേ പണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ കൊടുത്തു. എൻ്റെ കയ്യിൽ ഇവിടുന്ന് ഇപ്പൊ കയ്യിലൊന്നും ഇല്ല. പിന്നെ ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാ ആരും തരൂല്ല. പണയം വെക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓ, അപ്പം അങ്ങോട്ടേക്കാണ് പോക്ക്. അതെ, എൻ്റെ കഴുത്തിലേയും അവളുടെ കഴുത്തിലേയും കണ്ടിട്ടായി ചോദിക്കണമെങ്കിൽ തരില്ല. അതെ, നിന്റെ ആരും തന്നതൊന്നുമല്ല. എനിക്ക് ഒരു ഭാഗം കിട്ടിയ സ്ഥലം വിറ്റിട്ടാ ഞാനത് വാങ്ങിച്ചത്. നിന്റെ കടങ്ങളും കാര്യങ്ങളൊക്കെ തീർക്കണമെങ്കിലേ നീയായിട്ട് അങ്ങ് ഉണ്ടാക്കണം, അല്ലാതെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുകയല്ല വേണ്ടത്. ഓ, പണിക്കരേട്ടൻ ഹോസ്പിറ്റലിലായതിന് മാലയും വളയും ചോദിക്കാൻ വന്നിരിക്കുന്നു. വിൽക്കാനൊന്നും അല്ല ഞാൻ ചോദിച്ചത്, പണയം വെക്കാനാ. മെഡിസിറ്റി ഹോസ്പിറ്റലല്ലേ, ചിലവ് നല്ലോണം ഉണ്ടാവും. ICUയിലൊക്കെ ആകുമ്പോൾ എത്ര ദിവസം കിടക്കണമെന്നൊന്നും അറിയില്ലല്ലോ. ഓ,
പേരുകേട്ട ആശുപത്രിയിലൊക്കെ കിടക്കാനേ അതിനു വേണ്ട സാമ്പത്തികവും വേണം. അല്ലാതെ ഒന്നുമില്ലാത്തവർ പോയി അവിടെ കിടന്നാൽ വേറെ ആര് സഹായിക്കുമെന്ന് കരുതിയിട്ടാ. നീ ആരോടാന്ന് വെച്ചാൽ ചോദിച്ച് എത്രയാന്ന് വെച്ചാൽ കൊടുത്തോ. ഞങ്ങളാരും ചോദിക്കാനൊന്നും പോകുന്നില്ല. ഇവിടുന്ന് ഞങ്ങളായിട്ടൊന്നും തരാൻ പോകുന്നില്ല. എനിക്കും എൻ്റെ മോൾക്കും ഉള്ളത് മറ്റുള്ളവരെ ചികിത്സിക്കാനുള്ളതൊന്നും അല്ല. തരുന്നില്ലെങ്കിൽ വേണ്ട, ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇന്ന് നമ്മളിവിടെ നിന്ന് പോകുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ടാണെന്ന് മറക്കരുത്. എല്ലാവരും നിങ്ങളെപ്പോലെ ആവണമെന്നില്ല. ഞാൻ ആരോടെങ്കിലൊക്കെ ചോദിച്ച് എവിടുന്നേലൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തോളാം. ഗായു, നീയും നിന്റെ അമ്മയെപ്പോലെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഒന്ന് ഓർത്തോ, ഇന്ന് നിന്റെ പല കാര്യങ്ങളും നടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ സഹായം കൊണ്ടാ. ഓ, അവളുടെ പണിക്കരേട്ടനെ ഒന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പൊള്ളി. അയാളോട് ഞങ്ങളായിട്ട് സഹായമൊന്നും ചോദിച്ചിട്ടില്ല. നീയല്ലേ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. നീയായിട്ട് തന്നെ അങ്ങ് കണ്ടെത്തി കൊടുക്ക്. ഞാൻ കൊടുത്തോളാം. നിങ്ങളോട് ആരോടും ഇനിയൊന്നും ചോദിക്കാൻ വരണില്ല. ആ ഗൗരി, എന്തായി കാര്യങ്ങള്? ഒന്നും ആയില്ല ശോഭേച്ചി. പെട്ടെന്ന് ചോദിച്ചാൽ പണം തരുന്ന ആരും ഇപ്പം ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ശബരിയോട് ചോദിച്ചിരുന്നു. കഴിഞ്ഞ മാസം തന്നെ അവൻ ശമ്പളം കൂട്ടി വാങ്ങിച്ചതുകൊണ്ട് അയാൾ തരില്ല എന്നാ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ശോഭേച്ചി, എൻ്റെ കയ്യിൽ ഒരു പറ്റുകമ്മലുണ്ട്. അത് ബാങ്കിൽ കൊടുത്താൽ വല്ലതും കിട്ടുമോ? അതിപ്പം ഞാൻ എന്താ പറയുക? നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുത്തെ രഘുവേട്ടൻ വർമ്മക്കാരുടെ ബാങ്കിലല്ലേ ജോലി ചെയ്യണേ. ഇന്നാള് ശാന്തിയേച്ചി പറഞ്ഞു മഹാദേവൻ സാറ് പണമൊക്കെ കൂട്ടിക്കൊടുക്കാറുണ്ടെന്ന്. നമുക്ക് നാളെ അതുപോലെ ഒന്ന് പോയി രഘുവേട്ടനോട് കാര്യങ്ങൾ സംസാരിച്ചാലോ? ചിലപ്പോൾ മഹാദേവൻ സാറിനോട് പറഞ്ഞാൽ കുറച്ചേലും പണം കൂട്ടിക്കിട്ടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കാര്യമായില്ലേ? നമുക്കൊന്ന് ചോദിച്ചു നോക്കാമല്ലേ എന്നാ? നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകും. പിന്നെ മഹാദേവ സാറ എന്ന് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ എനിക്കൊരു ഉറപ്പ് പറയാൻ കഴിയുമായിരുന്നു. ഇതിപ്പോ ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ അഗ്നി സാറാ വന്നിരിക്കുന്നത്. അദ്ദേഹം സമ്മതിക്കുമെന്നറിയില്ല. രഘുവേട്ടാ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചൂടെ? വേറെ വഴിയില്ലാത്തതുകൊണ്ടാ ഇങ്ങനെ വന്നിരിക്കുന്നേ. പലരോടും ചോദിച്ചതാ, കിട്ടിയില്ല. അതുകൊണ്ടാ ഇപ്പോ. ഞാൻ പറഞ്ഞല്ലേ, മഹാദേവ സാർ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ അഗ്നി സാർ ആയതുകൊണ്ടാണ് ഒരു ഭയം. അത് മാത്രമല്ല, ആളൊരിച്ചിരി ദേഷ്യക്കാരനാ. നേരിട്ട് പോയി ഒന്ന് സംസാരിച്ച് മയത്തിലെടുക്കാൻ പറ്റുന്ന സ്വഭാവക്കാരനൊന്നുമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ. ഏതായാലും നിങ്ങൾ എവിടെ ഇരിക്കുക, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഈശ്വര, അയാൾ സമ്മതിച്ചാൽ മതിയായിരുന്നു അല്ലേ ശോഭേച്ചി? നമുക്ക് പ്രാർത്ഥിക്കാം ഗൗരി. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? ഈശ്വര, അയാൾ സമ്മതിക്കണേ.